ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാർഷിക ഫലം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാന്യപ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു വർഷത്തെ ടോട്ടാലിറ്റി, അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഫലമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാർഷികമായിട്ടുള്ള ഫലത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനം ജാതക ഫലത്തിനാണ്. ജാതകത്തിലെ ഗ്രഹനില എങ്ങനെയാണോ, ദശാപഹാരങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഫലങ്ങളെ, ഇപ്പോൾ നല്ല ഫലങ്ങളാണ് ജാതകത്തിലുള്ളത് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫലങ്ങളെ എൻഹാൻസ് ചെയ്യും ഇപ്പോഴുള്ള പ്ലാനറ്ററി പൊസിഷൻസ്. ഉദാഹരണത്തിന് വ്യാഴനിൽ ശുക്രൻ്റെ അപഹാരം, ശുക്രൻ നല്ല സ്ഥിതിയിലാണ്, വ്യാഴൻ നല്ല സ്ഥിതിയിലാണ്. ഇവിടെ ചാരവശാൽ വ്യാഴൻ 11 വരികയാണെങ്കിൽ ലാഭം വളരെയധികം വർദ്ധിക്കും. ധാരാളം പണം വരും. കുറച്ച് എഫേർട്ട് മതി, ധാരാളം പണം വരും. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത് ജാതകമാണ്, ബേസിക് ഹൊറോസ്കോപ്പാണ്. ചാരവശാലുള്ള ഫലങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്താണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ വാർഷിക ഫലം പറയുമ്പോൾ ഈ വർഷത്തെ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നല്ല സൂചനകൾ നൽകുന്നുണ്ട്. ആദ്യ ഭാഗത്തോ മധ്യഭാഗത്തോ അല്ലെങ്കിൽ അവസാന ഭാഗങ്ങളിലോ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരാം. അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങൾ വരാനുള്ളൊരു സൂചനയുണ്ടെങ്കിൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. ഭാരതീയ ജ്യോതിഷം എന്ന് പറയുന്നത് വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കാണുന്നത്. വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ഗ്രഹങ്ങളെ ഗ്രഹങ്ങളായിട്ടാണ്, പ്ലാനറ്റ്സ് ആ പ്ലാനറ്റ്സ് എന്നുള്ളൊരു സങ്കല്പമാണ്. നമുക്ക് തികച്ചും വ്യത്യസ്തമാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്. നദികളെ നമ്മൾ കാണുന്നത് പെർസോണിഫൈ ചെയ്തിട്ടാണ്. ഗംഗാദേവി, യമുന, സരസ്വതി ദേവി, ഇങ്ങനെ നമ്മൾ നദികളെ ദേവീ സങ്കല്പവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. പർവ്വതങ്ങളെ ഹിമവാൻ എന്നുള്ള, ഹിമാലയ മൗണ്ടൻസ് നമ്മൾ പറയുന്നതിന് ഒരു ഹിമവാൻ എന്നുള്ളൊരു സങ്കല്പമാണ്. അവിടെ ആ പെർസോണിഫിക്കേഷനുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു ആത്മാവുണ്ട് എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രവും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് ലെവലുണ്ട്. അതിപ്പോൾ വൃക്ഷലതാദികൾക്കായാലും മനുഷ്യർക്കുള്ളതുപോലെ തന്നെ വിചാരവികാരങ്ങൾ ആ ഇൻറ്റൻസിറ്റിയിൽ ഇല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഉണ്ടെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു റിസർച്ച് ഭാരതത്തിലാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ജഗദീഷ് ചന്ദ്ര ബസുവിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ പ്ലാന്റ് ലൈഫിനായാലും ആനിമൽ ലൈഫിനായാലും അതിൻ്റേതായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് ലെവലുണ്ട്. എന്തിന് ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒരു മണൽ തരിക്ക് പോലും അതിൻ്റേതായിട്ടുള്ളൊരു പ്രോഗ്രാം, മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പ്രോഗ്രാമുണ്ട്. ആറ്റംസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് ഫാസ്റ്റ് റിവോൾവിങ്, ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റും കറങ്ങുന്നത്. എന്താണിത്? ഇങ്ങനെ കറങ്ങുന്നതിനൊരു നിയമമില്ലേ? ഉണ്ട്. അതാണ് ആ നിയമമാണ് പറയുന്ന പ്രോഗ്രാം. നേരത്തെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാക്രോ ലെവലിൽ കുറച്ചുകൂടി ഒരു വലിയ ഒരു ആറ്റംസിൻ്റെ ഒരു ബിഗർ ഫോമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് സോ മെനി ആറ്റംസ്, മോളിക്യൂൾസ് എല്ലാം ചേർന്ന് കഴിയുമ്പോൾ മനുഷ്യനാവും. മനുഷ്യൻ്റെയും പല കാര്യങ്ങളും പ്രോഗ്രാമിലുള്ളതാണ്, നേരത്തെ പ്രീ പ്രോഗ്രാംഡാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ പെരുമാറുന്നതും ജീവിക്കുന്നതും നമ്മുടെ ഫെയ്റ്റ് അൺഫോൾഡ് ചെയ്യുന്നത്. ഫെയ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പ്രോഗ്രാം അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഭാരതീയ ജ്യോതിഷത്തിൽ നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നു. നമ്മുടെ നാമജപാദികൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. നാമജപം എന്ന് പറയുന്ന ശബ്ദം എന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് ഇല്യൂഷനാണ്. ശരിക്കും ശബ്ദം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി വൈബ്രേഷൻ. നമ്മൾ ടിംപാനം ഉള്ളതുകൊണ്ടാണ് അത് കേൾക്കുന്ന ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്ത് നമ്മൾ കോംപ്രിഹെൻഡ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഈ ശബ്ദം എന്ന് പറയുന്ന ക്രിയേറ്റിംഗ് വൈബ്രേഷൻസ്, നമ്മളിപ്പോൾ വേവ് തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോഡേൺ സയൻസിൽ മൈക്രോ ലെവലിൽ വളരെ അഡ്വാൻസ് തിയറീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ശബ്ദം എന്ന് പറയുന്ന വേവ്സ് എത്രത്തോളം ഈ മൈക്രോ ലെവൽ വേവ്സിനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം ഇനിയും റിസർച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ പ്രാർത്ഥനയുടെ ഒരു സയൻറ്റിഫിക് തലം ഭാവിയിൽ തെളിയിക്കപ്പെടുമായിരിക്കും. എന്തായാലും വ്യക്തിപരമായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ മതി. സ്വകാര്യമായിട്ടുള്ള അനുഭവം, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഫലം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് പോകണം. ആ പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോകും. വലിയ പണച്ചെലവുള്ള ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല. നമ്മൾ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, കഴിയുമെങ്കിൽ അവിടെ ഒരു ചെറിയ വഴിപാട് നമ്മൾ കഴിപ്പിക്കുന്നു, അത്രയും മതിയാവും. നാമജപാദികൾ കൊണ്ട് അത്ഭുതങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ളതാണ് വിശ്വാസം. പലരുടെയും പ്രൈവറ്റ് എക്സ്പീരിയൻസ് അങ്ങനെയാണ് താനും. സംഗീതത്തിലും ഇത്തരത്തിലുള്ളൊരു പ്രാധാന്യമുണ്ട്. ഓരോ രാഗത്തിൽ ആലപിക്കുന്ന കീർത്തനങ്ങൾക്ക് ഓരോ വികാരങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നുള്ളത് മോഡേൺ സയൻസിലുള്ള കാര്യമാണ്. ബ്രെയിനിൽ ഓരോ ഏരിയാസിനെ അത് എഫക്റ്റ് ചെയ്യുന്നു അല്ലേ, പ്രൊവോക്ക് ചെയ്തിട്ട് അതാത് വികാരങ്ങൾ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഓരോ രാഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു. ഇപ്പോൾ താരാട്ട് പാട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നീലാംബരിക്ക് പ്രാധാന്യം കൊടുക്കും. അതിന് ഓരോ രാഗത്തിനും അതിൻ്റേതായിട്ടുള്ള ഭാവം, താളം, ഹൃദയ താളമുണ്ട്. എപ്പോഴാണ് ഹൃദയം നോർമലായിട്ട് പോവും. എപ്പോഴാണോ താളം
പോകുന്നത് നമുക്കറിയാം എന്നുള്ള കാര്യമാണ്. ഹൃദയതാളം നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും എവറിത്തിങ് മൂവ്സ് അക്കോർഡിംഗ് ടു എ പ്രോഗ്രാം ആൻഡ് എ റിഥം, ഒരു താളവുമുണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതിൽ അധിഷ്ഠിതമായിട്ടാണ് ഭാരതീയമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ക്രമമുള്ളത്. അവിടെ ഭഗവാൻ എന്ന് പറഞ്ഞൊരു സങ്കല്പം അത് വെസ്റ്റേൺ കോൺസെപ്റ്റാണ്. നമുക്ക് ദേവതാ സങ്കല്പമാണ് കൂടുതലായിട്ടും ഉള്ളത്. ഭഗവാൻ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്നുള്ളതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആ ഒരു കോൺഷ്യസ്നെസ്, അതാണ് ഭഗവാൻ, നമ്മൾ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഇനി രാശിഫലത്തിലേക്ക് കിടക്കാം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. ജോലിയിൽ ഉയർച്ച, ശമ്പള കൂടുതൽ, ഇതൊക്കെ വരാൻ, അരിയേഴ്സ് വരാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് കാശ് കിട്ടുവാനുള്ള ഭാഗ്യം, യാത്രകൾക്കുള്ള സാധ്യത, ഒരു പക്ഷേ പുതിയ വീട് വാങ്ങാനുള്ള ഭാഗ്യം, അല്ലെങ്കിൽ വാസസ്ഥാനം, നമ്മൾ താമസിക്കുന്ന സ്ഥലം മാറാം, ജോലിസ്ഥാനം മാറാം, അല്ലെങ്കിൽ ജോലിയുടെ കണ്ടൻറ്റ് മാറാം. ഇതൊക്കെ അങ്ങനെ അനുകൂലമായിട്ടുള്ള ചില ഫലങ്ങളൊക്കെ കാണുന്നു. എന്നാൽ ചൊവ്വയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ കോപ സ്വഭാവവും അല്പം വാശിയും, ചിന്തിക്കാതെ പ്രതികരിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ചിന്തിച്ച് പ്രതികരിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കലഹം ഉണ്ടാവില്ല. അപ്പോൾ ഗൃഹത്തിലൊക്കെ വളരെ ചിന്തിച്ച് മാത്രം പ്രതികരിക്കുവാൻ, പ്രതികരണമല്ല അവിടെ ആവശ്യം, സോഫ്റ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് ആവശ്യം. എന്നാൽ ഗൃഹത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പിന്നീട് വരുന്ന കാര്യം എന്താണ്, വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്, ശ്രമിച്ചോളൂ. കുറച്ചു കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വിവാഹാലോചന വരാം. അതുപോലെ യാത്രകളിൽ നമുക്കുണ്ടാകുന്ന പരിചയങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറുവാൻ സാധ്യതയുള്ളൊരു കാലമാണ്. ഈ പ്രണയം ഒക്കെ ഒരുപക്ഷെ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചിലർക്കൊക്കെ വരാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ബിസിനസ്സിലൊരു പുരോഗതി ദൃശ്യമാകും. നഷ്ടത്തിലായിരുന്ന ബിസിനസ് പോലും പൊതുവെ അനുകൂലമായി തുടങ്ങുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭദ്രകാളി പ്രീതി അത്യാവശ്യം വേണ്ട ഒരു സമയമാണ്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റുവാനായിട്ട് ഭദ്രകാളി പ്രീതി ഉത്തമമാണ്. കാലത്തെ ഭദ്രമാക്കുന്നവളാരോ, അതാണ് ഭദ്രകാളി എന്ന് പറയുന്നത്. അപ്പോൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. വളരെ പ്രശസ്തമായിട്ടുള്ള ഭദ്രകാളിയുടെ ഇഷ്ട സൂക്തം കേശാഗ്നിങ്കേശി വിഷങ്കേശി എന്നാരംഭിക്കുന്ന ആ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങും. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാ രാശിയിലും ചിലർക്ക് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളുണ്ടാകും. ഈ രാശിയിലും പഴയ ബാധ്യതകളുള്ളവർക്ക് ചെറിയ പ്രയാസങ്ങളുണ്ടാകും. ഒരു മഹാലക്ഷ്മി സ്തോത്രം ജപിച്ചോളൂ കേട്ടോ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. സന്തോഷമായിട്ടിരിക്കുക. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. അല്പം സെയിൽസൊക്കെ കൂടുവാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അതായത് ഈ കച്ചവടക്കാർക്ക്, ചെറിയ കച്ചവടമൊക്കെ സ്മോൾ വെൻഡേഴ്സിനൊക്കെ ചിലവ് കൂടാനുള്ള, അതായത് സാധനങ്ങൾ കൊണ്ട് സെയിൽസായി പോകാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അല്പം വരുമാനം ലഭിക്കുന്നത് സന്തോഷം നൽകും. പഴയ ബാധ്യതകളൊക്കെ അല്പം ഒന്ന് കുറയ്ക്കുവാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുവാനും കഴിയുന്ന ഒരു വാരമാണ്. എന്നാൽ ചിലവ് അല്പം കൂടുതലായിരിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വരാം. ആ ചിലവ് ഒരു പക്ഷേ അല്പം ഒരു ടെൻഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ബാധ്യതയുള്ളവർക്ക്. ഈ രാശിക്കാർക്ക് പൊതുവേ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ രാശിയിലെ മെജോറിറ്റി ആൾക്കാർക്കും 60 to 70% ആൾക്കാർക്കും ഈ രാശിയിൽ ജനിച്ചവർക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള ഫലസൂചനകളല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടൊരു ടൈറ്റ് സിറ്റുവേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടക്കാണ്ടിരിക്കുക. അപ്പോൾ അത് മനസ്സിനൊരു ടെൻഷൻ ഉണ്ടാക്കിയിരുന്ന കാലമായിരുന്നു എന്നുള്ളതാണ്. ആ ടെൻഷൻ ഒന്ന് കുറയുന്നൊരു കാലം ആരംഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ദേവാരാധന നടത്താം എന്നുള്ളതാണ്. ഒന്ന്, വിവാഹ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുക, ബിസിനസ്സിലെ പുതിയ പ്രോജക്ട്സിലെ തടസ്സങ്ങൾ നീക്കുക, വീട് പണി ഇങ്ങനെ പോകുന്നു, പണം ചിലവായി പോകുന്നു എന്നുള്ളൊരവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുക. ഇങ്ങനെയുള്ള പൊതുവെയുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂല ഭാവം വരുത്തി തീർക്കുവാനായിട്ട് വെള്ളിയാഴ്ചകളിൽ അന്നപൂർണേശ്വരി ക്ഷേത്രം, അല്ലെങ്കിൽ അടുത്ത മഹാലക്ഷ്മി ക്ഷേത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഏത് ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അവിടെ ഒരു മുഹൂർത്തകാലം 48 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദിവസവും മഹാലക്ഷ്മിയുടെ അഷ്ടോത്തര നാമാവലി കൂടി ജപിച്ചോളൂ. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. എത്രത്തോളം സമർപ്പണമുണ്ടോ അത്രയും എളുപ്പം ഇതൊക്കെ കുറഞ്ഞോളൂ. അപ്പോൾ മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. മനസ്സിന് സമാധാനവും കുടുംബത്തിൽ സന്തോഷവും ലഭിക്കും. സന്തോഷമായിരിക്കുക.
മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. വാഹനം കൊണ്ട് ചെറിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വീട് പണി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീട്ടിൽ എന്തെങ്കിലും റിപ്പയർ വർക്കോ ഒക്കെ വരുന്നുണ്ട്. നമ്മൾ എന്തിനെങ്കിലും കരുതി വെച്ചിരുന്ന പണം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ക്യാഷ് ഡ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അല്പം പണം കരുതി വയ്ക്കുകയും വേണം. ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള, കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയുള്ള വാരമാണ് എന്നുള്ള കാര്യം അറിയാം. മാതൃസ്ഥാനീയർക്ക്, അമ്മയുടെ ബന്ധുക്കൾക്കും ഒക്കെ ചിലപ്പോൾ അത്ര അനുകൂലമല്ലാത്ത ഫലങ്ങൾ വരുന്നു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചിലപ്പോൾ ചില സന്ദേശങ്ങൾ കിട്ടാം എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിന് അല്പം ഒരു ടെൻഷൻ ഉണ്ടാകും, അല്പം ഒരു അധിക ചിലവ് വരുന്ന ഒരു സമയമാണ്. ബിസിനസ് വേണ്ട രീതിയിൽ പുരോഗതി വരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടാകാം. ബിസിനസ്സിൽ പുതിയ പാർട്ട്നേഴ്സിനെ നമുക്ക് തൽക്കാലം ചേർക്കണ്ട. ഇപ്പോഴുള്ള പാർട്ട്നേഴ്സിനെ കൊണ്ട് തന്നെ ചെറിയ പ്രയാസങ്ങൾ വരുന്ന ഒരു സമയമാണ്, അതും അറിഞ്ഞിരിക്കുക. എന്നാൽ ചെറിയൊരു മെച്ചത്തിൻ്റെ സൂചന വാരാന്ത്യം, അതായത് വാരത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ 3 ദിവസങ്ങളിൽ അല്പം ഒന്ന് മെച്ചപ്പെടുന്നതിൻ്റെ സൂചനകളുണ്ടാകും. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. അപ്പോൾ ആ പ്രാർത്ഥന, ഒരു പ്രത്യേക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. മുകുന്ദാഷ്ടകം ജപിക്കുക എന്നുള്ളതാണ്. ശ്രീകൃഷ്ണ പ്രീതി, അവതാര വിഷ്ണുവിൻ്റെ പ്രീതിയാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ മുകുന്ദാഷ്ടമം ജപിച്ച് മുന്നോട്ട് പോവുക. കഴിയുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ദിവസവും നടത്തുക എന്നുള്ളതാണ്. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ. എല്ലാ അനുകൂല ഭാവങ്ങളും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിലും സംശയം ഒന്നും തന്നെ വേണ്ട. കുടുംബത്തിലെ സമാധാനം വന്നോളൂ, പ്രാർത്ഥന ഉണ്ട്. അതാണ് അനുഭവസ്ഥർ പറയുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. കുറച്ചു കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നു കിട്ടുവാനുള്ള ഭാഗ്യമുണ്ട്. ഒരുപക്ഷെ അത് വസ്തുവിൻ്റെ ട്രാൻസാക്ഷൻ ആയിരിക്കാം, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ലഭിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻക്രിമെൻറ്റോ സാലറി അരിയസോ പുതിയൊരു ജോലിക്കുള്ള അവസരമോ ഒക്കെ വന്നു ചേരാം. സിനിമ TV രംഗങ്ങളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് നെയിം ആൻഡ് ഫെയിം വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു അവസരം പെട്ടെന്ന് വരിക, ആരുടെയെങ്കിലും ഒരു ഇൻട്രഡക്ഷൻ കൊണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഒരുപക്ഷെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലൂടെ പെട്ടെന്നൊരു ഉയർച്ച വരാനുള്ള ഭാഗ്യമുണ്ട്. അതിനകത്ത് പ്രത്യേക ഒരു പ്രാർത്ഥന ആവശ്യമാണ്. കാരണം എല്ലാ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചിട്ട് കടന്നു പോകുന്ന ഒരവസ്ഥ കഴിഞ്ഞ് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. അത് അഷ്ടമശനി എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ അഷ്ടമശനിക്ക് ഒരു പരിഹാരമായിട്ട് ചെയ്തുകൊള്ളുക. ശനിപ്രീതി അത്യാവശ്യം വരുത്തണം എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു തടസ്സം വരുന്നില്ലേ എന്നുള്ള തോന്നലുണ്ടാവാം. പക്ഷേ പിന്നീട് ആ തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറിക്കോളും. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരികയും ചെയ്യും. പിന്നെ പിക്നിക്ക്, ദൂരയാത്ര, ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയ്ക്കുള്ള ഭാഗ്യമുണ്ട്. തീർത്ഥാടനം കൊണ്ട് ആ മോട്ടിവേഷൻ വളരെയധികം കൂടുന്നുള്ളതാണ്. ആ കാര്യങ്ങളൊക്കെ ശരിയായിട്ട് വരുന്നതിൻ്റെ ഒരു സൂചനയുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു സമയമാണ് ഈ വാരം. അപ്പോൾ ആ മോട്ടിവേഷൻ വേണ്ട രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ. വിവാഹത്തിനൊക്കെ ശ്രമിച്ചോളൂ. ഇപ്പോൾ വിവാഹം നടക്കുന്ന സമയമാണ് എന്നുള്ളതാണ്. പ്രണയം വിവാഹത്തിലെത്താനുള്ള ഭാഗ്യമുണ്ട്. ദൂരദേശ യാത്ര കാണുന്നു. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. 5ാം വ്യാഴവട്ടം കഴിഞ്ഞ ഒരു 60 വയസ്സ് കഴിഞ്ഞ ഒരു ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബ്ലഡ് റിലേറ്റഡ്, അത് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, ഈ ഡയബറ്റിക് ആയിട്ടുള്ളവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത്രയേ ഉള്ളൂ. നമ്മൾ പിന്നെ ഇതിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ മാത്രം ശ്രമിച്ചാൽ മതി. തടസ്സങ്ങൾ, നമ്മൾ ഈ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനായിട്ട് മഹാഗണപതിയെ പ്രാർത്ഥിച്ചോളൂ. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങിക്കോളൂ. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ, ഓം ഹ്രീം നമഃ ശിവായ ജപിച്ചോളൂ ദിവസവും 108 പ്രാവശ്യം. ഇതിൽ കൂടുതലൊന്നും തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിന് സമാധാനം ലഭിക്കും, സന്തോഷം ലഭിക്കും. അതുപോലെ തന്നെ ആരോഗ്യ പ്രയാസങ്ങൾ അലിഞ്ഞില്ലാണ്ടാവും. സന്തോഷമായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം.
പണം ചെലവാക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും എന്നുള്ളതാണ്. ബാധ്യത ഉണ്ടെങ്കിൽ പോലും പണം ചെലവാക്കുന്നതിനുള്ളൊരു താല്പര്യം വരുന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൂരം നക്ഷത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ചിലവ് മാത്രമേ ഉള്ളൂ, വരുമാനം അങ്ങനെ വേണ്ട രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് പൂരം നക്ഷത്രക്കാർക്ക് വന്നിട്ടുണ്ടാവില്ല. ഇങ്ങോട്ട് പണം വരുന്നു, അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് ചിലവായി പോകുന്നു എന്നുള്ളൊരു ഫീല് പലർക്കും ഉണ്ടായിട്ടുണ്ടാവും, ഈ രാശിക്കാർക്ക് പൊതുവെയും പ്രത്യേകിച്ച് പൂരം നക്ഷത്രക്കാർക്കും. അതുകൊണ്ട് ചിലവിലൊരു നിയന്ത്രണം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ യാത്രകളൊക്കെ വേണ്ടി വരും. അതിൽ ആർഭാടം കുറച്ചുള്ള യാത്ര നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ക്യാഷ് ഡ്രെയിൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. വാഹനം കൊണ്ടും പ്രയാസം ഉണ്ടാവാം, നമ്മൾ വീട് പണി, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ജലവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലും നമുക്കൊരുപാട് പണച്ചെലവ് വരുവാനുള്ള സാധ്യത ഈ വാരം കാണുന്നുണ്ട്. സ്വന്തം ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീക്കുവാനായി ശിവസ്തോത്രം ജപിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. ശിവസ്തോത്രത്തോടൊപ്പം അടുത്ത ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ശിവസ്തോത്രം ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പുതിയ പ്രോജക്ട്സ് ഒക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. കൂട്ടുകെട്ട് യങ്സ്റ്റേഴ്സ് ശ്രദ്ധിക്കണം. പ്രണയത്തിന് പറ്റിയ സമയമേ അല്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞോളൂ. കുടുംബത്തിൽ സമാധാനം വരും എന്നുള്ളതിൽ സംശയം വേണ്ട. അതിനായിട്ട് അടുത്ത ശിവക്ഷേത്രത്തിലെ തീർത്ഥം വാങ്ങുക. തീർത്ഥം വാങ്ങിയിട്ട് വസ്തുവിലും ഗൃഹത്തിലും ശരീരത്തിലും ഒക്കെ തളിച്ചോളൂ കേട്ടോ. അപ്പോൾ അതോടുകൂടി മനസ്സിന് സമാധാനവും സന്തോഷവും നല്ലൊരു മോട്ടിവേഷനും കാര്യങ്ങൾ വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ബുദ്ധിക്ക് തെളിച്ചവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നുള്ളതാണ്. വരുമാനം വർദ്ധിക്കുവാനുള്ള യോഗമുണ്ട്, പുതിയ ജോലി തരപ്പെടുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ MNCയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എമേർജ് ചെയ്യാം. അതിനുവേണ്ടി ശ്രമിക്കുവാനും പറ്റിയ കാലമാണെന്നുള്ളത്. ശ്രമം വിജയത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് ശ്രദ്ധയോടുകൂടി എഴുതുക എന്നുള്ളതാണ്. കാരണം വിജയിക്കുവാൻ സാധ്യത ഏറെയുള്ള സമയമാണ്. അതുകൊണ്ടാണ് പ്രിപ്പറേഷന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞു. കൂട്ടുകെട്ടും വിനോദവും കുറച്ചോളൂ. പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നല്ല കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനുള്ള ഭാഗ്യം വിദ്യാർത്ഥികൾക്ക് കാണുന്നുണ്ട് എന്നുള്ള കാര്യം അറിയുക. അതുപോലെ ദൂരയാത്ര, വിദേശയാത്ര, ഇപ്പോൾ വിദേശത്ത് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ശ്രമിച്ചോളൂ. അതിന് പറ്റിയ ഒരു സമയമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കൂട്ടുകാരിൽ നിന്നൊക്കെ ഉണ്ടാകും. അതായത് ആഘോഷം, പിക്നിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വാരം കാണുന്നുണ്ട്. ദൂരദേശത്ത് ക്ഷേത്ര ദർശനം, അതിനുള്ള യോഗമുണ്ട്. പൊതുവെ അനുകൂല ഫലങ്ങൾ കാണുന്നതുകൊണ്ട് കൃഷ്ണക്ഷേത്ര ദർശനം ഉത്തമമായി കാണുന്നു എന്നുള്ളതാണ്. കൃഷ്ണക്ഷേത്ര ദർശനം നടത്തി കഴിയുമെങ്കിൽ അവിടെ ഒരു വ്യാഴാഴ്ച പൽപ്പായസ നിവേദ്യം കഴിപ്പിക്കുന്നത് നല്ലതാണ്. ദിവസവും ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. മനസ്സിനൊരു തെളിച്ചവും അതിൽ നിന്ന് കുടുംബത്തിലൊരു സന്തോഷവും വരും. എല്ലാവരും തമ്മിൽ ഒരു യോജിപ്പ് കൂടുതൽ ഈ വാരം ദൃശ്യമാകും. സന്തോഷമായിരിക്കുക. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. കാര്യങ്ങളിൽ പുതിയതായിട്ട് ഇറങ്ങാനുള്ളൊരു ആത്മവിശ്വാസക്കുറവ് പ്രകടമായിരുന്ന വാരമായിരുന്നു കഴിഞ്ഞത്. ഈ വാരവും അത് തുടരാനാണ് സാധ്യത. അത് നമ്മൾ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ എനർജറ്റിക്കായിട്ട് മുന്നോട്ട് ഇറങ്ങണം. ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് ഇറങ്ങേണ്ട ഒരു കാലമാണ്. അതിനർത്ഥം പണം ചിലവാക്കി മുന്നോട്ട് ഇറങ്ങണം എന്നുള്ളതല്ല. എല്ലാ കാര്യത്തിലും നമ്മുടെ ഡ്രൈവ്, ഇനിഷ്യേറ്റീവ്, എൻതൂസിയാസത്തോടുകൂടി മുന്നോട്ട് പോവുക. പരീക്ഷകളിൽ പോലും ഫേസ് ചെയ്യുമ്പോൾ ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, ഇതിപ്പോൾ കിട്ടുമോ, ഇതിപ്പോൾ എഴുതിയിട്ട് എന്താ കാര്യം, എത്ര എക്സാം എഴുതിയിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകും. പക്ഷെ മാറ്റങ്ങളുടെ കാലം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാനുള്ള ഒരു സമയമാണ്. അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അവസരങ്ങൾ എമർജ് ചെയ്യുന്ന ഒരു വാരവുമാണ്. സ്വന്തമായിട്ട് അല്പമെങ്കിലും വരുമാനം വരാനുള്ളത്, ജോലിയൊന്നും ഇല്ലാത്തവർക്ക് വരുമാനം വരാനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി വരും. അത് വേണ്ട രീതിയിൽ അവെയിൽ ചെയ്യുക. വിവാഹ നിശ്ചയത്തിനും മറ്റും അത്ര നല്ല സമയമല്ല. എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങളിൽ ഒരു സെക്കൻഡ് തോട്ട് വേണം. കൂട്ടുകെട്ട് വളരെയധികം
കുറയ്ക്കേണ്ട ഒരു വാരമാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ. അതുപോലെ കൂട്ടുചേർന്ന് നമ്മൾ യാത്രകൾ പോകുമ്പോൾ പ്രത്യേകിച്ച് രാത്രികാലങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനമാണ്. ഇന്ന് മാത്രമല്ല, നമ്മൾ ലീഗലായിട്ട് പ്രയാസങ്ങൾ വരാം, അതായത് നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ട്രാഫിക് ഒഫൻസൊക്കെ വരാതെ വളരെ ശ്രദ്ധയോടുകൂടി ഡ്രൈവ് ചെയ്യുക. പിലിയൻ റൈഡറായിട്ടൊക്കെ വാഹനത്തിൻ്റെ പിന്നിലിരുന്ന്, അതായത് ടു വീലറിൻ്റെ പിന്നിലിരുന്നൊക്കെ പോകുന്നതും അത്ര നല്ല ഒരു സമയത്തല്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. പഠന കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പഠന കാര്യങ്ങളിൽ അല്പം ഒന്ന് പുറകോട്ടേക്ക് പോകാനും ഊർജ്ജസ്വലത കുറവ് പഠന കാര്യങ്ങളിൽ പ്രകടമാകുവാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെയുള്ള കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനും ഒരു ഊർജ്ജസ്വലത വരുവാനും ആരോഗ്യം തിരിച്ച് ലഭിക്കുവാനുമായിട്ട് ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുക. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിതപാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാദിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി എന്നാരംഭിക്കുന്ന ആദിത്യ ഹൃദയ സ്തോത്രം കിഴക്ക് ദർശനമായി സൂര്യൻ ഉദിച്ച ശേഷം ജപിക്കുക. ഊർജ്ജസ്വലത വരും, കാര്യങ്ങൾ വിജയത്തിൽ കൊണ്ട് ചെന്നെത്തിക്കുവാനുള്ള ഒരു ഡ്രൈവ് ആൻഡ് എൻതൂസിയാസം വരും. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളും ഇതുകൊണ്ട് വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വികാരപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം വേണം. അതായത് നമ്മൾ അഭിപ്രായം പറയുമ്പോഴൊക്കെ ഒരു നിയന്ത്രണത്തോടു കൂടി പറയുക. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ തന്നെ അങ്ങോട്ട് പ്രതികരിക്കുന്നതുകൊണ്ട് കലഹസാധ്യത കുടുംബത്തിനകത്തുണ്ടാകാം. പ്രത്യേകിച്ച് അനിഴം നക്ഷത്രം, വിശാഖം നക്ഷത്രം അവസാനത്തെ കാൽഭാവിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വ്യക്തിപരമായിട്ട് ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് അകൽച്ച വരാനും അത് പിന്നീട് അത് ഓർത്ത് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുവാനും ഏറെ സാധ്യതയുള്ള ഒരു വാരമാണ് എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാർ സഹോദരി സഹോദരന്മാരുമായിട്ടും പെരുമാറുമ്പോൾ വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് കുടുംബത്തിനകത്ത് ഈ പാർട്ടിഷൻ്റെയോ അല്ലെങ്കിൽ വസ്തു ഭാഗം വയ്ക്കുന്നതിൻ്റെയൊക്കെയുള്ളൊരു ചിന്തയുണ്ടാകാം. അവിടെ അഭിപ്രായം പറയുന്നത് കൊണ്ട് അകൽച്ച വരാൻ സാധ്യതയേറെയുള്ള സമയമാണ്. പൊതുവെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഈ വാരം മുന്നോട്ട് പോകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സ്മൂത്തായിട്ടുള്ള ഒരു യാത്ര നമുക്ക് കഴിയും എന്നുള്ളതാണ്. ബന്ധങ്ങൾ ആണ് ഈ വാരം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കുക. പുതിയ പ്രോജക്ട്സൊക്കെ വരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്. അതുപോലെ എൻജിനീയറിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, MNCയിൽ വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ഇങ്ങനെ വരും. അവർ അവസരങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ശമ്പളം കൂടുതൽ വരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. എന്ന് മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ട് അല്പം പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ഒരു പക്ഷേ ചിട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ അരിയാസ് ആയിരിക്കും. അങ്ങനെ വന്നു ചേരാനും ആഡംബരങ്ങൾക്ക് വേണ്ടി, അതായത് ന്യൂ ഡ്രസ്, ന്യൂ ഓർണമെൻറ്റ്സ്, അല്ലെങ്കിൽ വാഹനം ഒന്ന് മോടി പിടിപ്പിക്കുക, വാഹനം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുക, ഇതിനൊക്കെയുള്ള പോസിബിലിറ്റി, ഗൃഹത്തിനെക്കുറിച്ചൊരു സങ്കല്പമൊക്കെ വരുന്ന, ഒരു പ്ലാനിംഗ് ഒക്കെ വരുന്ന ഒരു കാലമാണെന്നും പ്രത്യേകിച്ചറിയുക. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ശ്രീ വിഘ്നേശ്വര സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതുകൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. പിന്നെ ശനി അത്ര അനുകൂല ഭാവത്തിലല്ലാത്തതുകൊണ്ട് എല്ലാ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലും ആദ്യം ഒരു തടസ്സം വരും. ഇതിപ്പോൾ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും സംഭവങ്ങൾ അനുകൂലമായിട്ട് വരിക എന്നുള്ള കാര്യം ഓർത്ത് മുന്നോട്ട് പോയാൽ മതി. കുടുംബത്തിൽ സന്തോഷം ലഭിക്കും, സമാധാനവും ലഭിക്കും. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ സന്തോഷമുണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ, പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം, നമ്മുടെ പരിചയം ഒരു പക്ഷേ നല്ലൊരു സൗഹൃദമായിട്ടോ ചില മൈൻഡ് സെറ്റുള്ളവർക്കും ആ പ്രായത്തിലുള്ളവർക്കും അത് പ്രണയമായിട്ട് വളരുവാനോ ഒക്കെയുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്നതിൻ്റെ സൂചന, അതായത് ചേരുന്ന ജാതകങ്ങളൊക്കെ വരിക, അങ്ങനെയുള്ളൊരവസ്ഥ ഈ വാരം കാണുന്നുണ്ട്. യാത്രകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാകും. ഹൈ കോൺടാക്ട്സ് കൊണ്ടും പ്രയോജനം ഉണ്ടാകുന്ന സമയമാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്ലാനിങ്, അതായത് ജോലി ഈ രീതിയിൽ പോകണം, ഇന്ന ജോലിക്ക് ശ്രമിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് പ്ലാനിങ് വരുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും ഭേദപ്പെട്ട ഒരു കാലം ആരംഭിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും ഇപ്പോൾ ചെയ്യുന്ന കോഴ്സസ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നമ്മളൊരു ഗൈഡൻസൊക്കെ അന്വേഷിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഇത്രയും കാലം ഇഗ്നോർ ചെയ്ത്, അത് നമ്മൾ എന്താ കാര്യം, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞ് ഉഴപ്പിയിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു
താല്പര്യം വരുന്ന സമയമാണ് എന്നുള്ളത് ശരിക്കൊരു വിജയത്തിൻ്റെ ലാഞ്ചന നമ്മളിൽ ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ബിസിനസ്സിലും അതുപോലെ തന്നെ പുരോഗതി ദൃശ്യമാകും. എന്നാൽ അധിക പണച്ചെലവും പഴയ ബാധ്യതകളും ഒരുപക്ഷെ മനസ്സിന് പ്രയാസങ്ങൾ ഉണ്ടാക്കാം. വ്യാഴൻ പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥാനത്തല്ല എന്നുള്ളതുകൊണ്ട് വ്യാഴപ്രീതി വരുത്തേണ്ടത് അത്യാവശ്യം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള ആ ശ്ലോകം ദിവസവും ജപിച്ചോളൂ. ദിവസവും ജപിക്കുക. 9 പ്രാവശ്യം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ജപിച്ചോളുക. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴനെ വണങ്ങുക. വിഷ്ണു ക്ഷേത്ര ദർശനവും വ്യാഴാഴ്ച നടത്തുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും എന്ന് മാത്രമല്ല, പൊതുവെ കുടുംബത്തിനകത്തൊരു യോജിപ്പും സന്തോഷവും വന്നു ചേരുകയും ചെയ്യും. സന്തോഷമായിരിക്കും. മകരം രാശി ഉത്രാട അവസാനത്തെ 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. യാത്രകളുണ്ടാകാം, ഉല്ലാസയാത്ര, തീർത്ഥാടനം ഇവയൊക്കെ ഉണ്ടാകാം. കൂട്ടുകാരുമൊത്ത് ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം, പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുവാനുള്ള യോഗം, ബന്ധുക്കളുമായിട്ട് പരിചയം പുതുക്കുവാനുള്ള യോഗം എന്ന് മാത്രമല്ല, നല്ല സൗഹൃദം വളരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ടെൻഷൻ്റെ കുറവ്, ഇതൊക്കെ അനുഭവേദ്യമാകുന്ന ഒരു വാരമാണ്. എന്നാൽ പണം ധാരാളം കയ്യിൽ നിന്ന് ചിലവാകുകയും ചെയ്യും. അത് സ്റ്റോർഡ് മണി ആയിരിക്കും. നമ്മൾ ആഘോഷത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിന് വിഷമമൊന്നും ഉണ്ടാവില്ല. ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്ന ഒരു വാരമാണ്. അതായത് പുതിയ വസ്ത്രം, ആഭരണമൊക്കെ വാങ്ങാം. ചില ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുന്ന ഒരു സമയവുമാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തെന്ന് ചിന്തിക്കുന്ന സമയം അതൊക്കെ വരും. അവസരങ്ങളിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. പ്രത്യേകിച്ച് പഴയ ബാധ്യതകളില്ലാത്തവർക്ക് ഇത് വളരെ പ്രകടമായിട്ട് വരികയും ചെയ്യും. പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ ഈ വരുന്ന പണമൊക്കെ അതിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ വലിയ ബാധ്യതയില്ലാത്തവർക്ക് നമുക്ക് ഭാവിയെക്കുറിച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമായിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ്, ഒരു സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ്. കുടുംബത്തിലും സന്തോഷം ദൃശ്യമാകും. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാവുക, അവരുടെ എക്സാംസിനൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുക, അവർക്ക് എന്തെങ്കിലും ജോലി ലഭിക്കുക, അവർക്ക് സാമ്പത്തികമായിട്ടുള്ള സെക്യൂരിറ്റി വരിക, ഇതിനൊക്കെയുള്ളൊരു യോഗം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് കാണുന്നത്. ഇവിടെയും വ്യാഴൻ അത്ര അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലത്തല്ല എന്നുള്ളതുകൊണ്ട് വ്യാഴപ്രീതി അത്യാവശ്യം, വിഷ്ണു പ്രീതിയും അത്യാവശ്യം. പൊതുവേ കുറേ കാലമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ അങ്ങോട്ട് കുറയുന്നതിൻ്റെ ഒരു മനസ്സിൻ്റെ ശാന്തത അനുഭവേദ്യമാകുന്ന ഒരു വാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ എന്തെങ്കിലും തടസ്സങ്ങളുടെ, പ്രയാസങ്ങളുടെ അവശേഷിച്ച ഭാഗം അങ്ങോട്ട് നീക്കുവാനായിട്ട് മഹാസുദർശന സ്തോത്രം ജപിക്കുക. വൈഷ്ണവ സങ്കല്പത്തിൽ വിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിച്ച് നമ്മൾ സുദർശന ചക്രത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീ സുദർശന സ്തോത്രം ജപിക്കുക. എല്ലാ തടസ്സങ്ങളും ഭഗവാൻ നീക്കിത്തരും എന്നുള്ളതിൽ സംശയം വേണ്ട. മനസ്സിലും ശാന്തത ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരുട്ടാതി ആദ്യത്തെ 3/4 ഭാഗം. കുറേ കാലമായിട്ട് അനുഭവിച്ചിരുന്ന ടെൻഷൻസ്, അത് എക്സാം റിലേറ്റഡ് ആകാം, ജോലി റിലേറ്റഡ് ആകാം, കുടുംബവുമായിട്ട്, അത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ ഒരു ടെൻഷനായിരിക്കാം. ഇതിലൊക്കെ ഒരു കുറവ് അനുഭവപ്പെടുന്നുള്ളതാണ്. നമ്മളറിയാതെ തന്നെ എല്ലാത്തിലും ഒരു അനുകൂല ഭാവം സ്വീകരിക്കും. ഒരു സ്നേഹത്തിൻ്റെ ഭാഷ കൂടുതൽ പ്രകടമാകുന്ന വാരമാണ്. അപ്പോൾ നമ്മളത് കൂട്ടണം, എൻഹാൻസ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അടുത്ത ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ഐകമത്യ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അത് കഴിപ്പിക്കുമ്പോൾ തന്നെ കുടുംബ ബന്ധങ്ങളിൽ ഒരു ശക്തി പ്രകടമാകും, ഒരു ഊഷ്മളത പ്രകടമാകും എന്നുള്ളത് മാത്രമല്ല, കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ശാന്തിയും സമാധാനവും ലഭിക്കും. എന്നാൽ അധിക പണച്ചെലവ് വരുന്ന ഒരു വാരം തന്നെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സ്പെൻസസ്, വാഹനം റിലേറ്റഡ് ആയിട്ട് വരാം, ഗൃഹത്തിൽ എന്തെങ്കിലും റിപ്പയർ വരാം, കുടുംബത്തിൽ ആർക്കെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടുള്ള പണച്ചെലവായിരിക്കാം. ഈ രാശിയിൽ ജനിച്ചവരുടെ അച്ഛനോ അച്ഛൻ്റെ ബന്ധുക്കൾക്കോ, അതായത് പിതൃസ്ഥാനീയർ എന്ന് പറയുന്ന അവർക്കോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുടെ സൂചന. അതുവഴി അല്പം ധനനഷ്ടമോ പണച്ചെലവ്, നഷ്ടം നമുക്ക് പറയാൻ പറ്റില്ല. വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുമ്പോൾ അത് നമ്മളെ കടമയാണ്. അപ്പോൾ പണം അങ്ങനെ ചിലവാകുന്ന ഒരു അവസ്ഥയുമൊക്കെ വരാം. പുതിയ പ്രോജക്ട്സിനൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല. പണം മുടക്കിയിട്ടുള്ള പ്രോജക്ട്സ് ഉണ്ടല്ലോ, അതിനൊന്നും
അത്ര നല്ല സമയമല്ല. പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റ്, ഷെയർ ട്രേഡിംഗ് ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ലാൻഡ് ട്രാൻസാക്ഷൻസും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയാം. ശനിപ്രീതി വരുത്തിക്കോളൂ, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. നീലാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം. ഇത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം 9 പ്രാവശ്യം വീതം ജപിച്ചോളൂ. ശനിപ്രീതി ലഭിക്കും, എല്ലാ പ്രയാസങ്ങളും നീങ്ങും. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ. അവിടെ ഒന്ന് പ്രാർത്ഥിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാഹനം, അതായത് വാഹനം കൊണ്ട് ലാഭം ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ, അഡീഷണൽ ഇൻകം ഒക്കെ വരാനുള്ള ഭാഗ്യമുണ്ട്. അവർക്ക് ഈ ചിട്ടി മുതലായ ഫീൽഡിൽ നിന്നും വരുമാനം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ അല്പമെങ്കിലും തിരിച്ച് കിട്ടാനുള്ള ഭാഗ്യമുള്ള ഒരു സമയമാണ്. ഈ രാശിയിൽ ജനിച്ചവരിൽ പലർക്കും ധനനഷ്ടത്തിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നത്, പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രത്തിന്. അവർ ധാരാളം പണം പല വഴിക്ക് ചിലവാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത ഒരവസ്ഥയുണ്ടാകും. ഇത് പ്രധാനമായിട്ടും ഉത്രട്ടാതി നക്ഷത്രത്തിനാണ് കൂടുതൽ കാണുന്നത്. ഈ രാശിക്ക് പൊതുവേ അത് കാണുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളിലെങ്കിലും അല്പം അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ വരുന്ന ഒരു വാരമാണ്. പുതിയ ലോണ് കടമൊന്നും എടുക്കുവാൻ പറ്റിയൊരു വാരമല്ല. കാരണം വളരെയധികം പ്ലാൻസ് പെട്ടെന്ന് വരും. വീടിൻ്റെ കൺസ്ട്രക്ഷനായാലും വാഹനം ഓടി പിടിപ്പിക്കുന്നതിനായാലും ഒക്കെ നമുക്ക് പുതിയ പുതിയ പ്ലാൻസ് വരും. അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ അധികം ചിലവിനൊന്നും പോകണ്ട എന്നുള്ളതാണ്. അധികം ചിലവാക്കാണ്ട് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യത്തിൽ ചിന്തിക്കുക. അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ്, പിന്നെ ചെറിയ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇവ വരാം. അതുകൊണ്ട് തന്നെ കൊളീഗ്സുമായിട്ടുള്ള സംഭാഷണമൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. അഭിപ്രായങ്ങൾ ഉച്ചത്തിൽ പറയാണ്ടിരിക്കുക എന്നുള്ളതാണ്. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ഒരാളുടെ അഭിപ്രായത്തെ നമ്മൾ ഖണ്ഡിക്കുവാനോ അതിന് എഗൻസ്റ്റായിട്ട് ആർഗ്യുമെൻറ്റിന് പോകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അത് ഗൃഹത്തിലായാലും അങ്ങനെ തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില അഭിപ്രായങ്ങൾ നമുക്കെതിരായിട്ട് വരാനും അതുകൊണ്ട് നമ്മുടെ മനസ്സമാധാനം കുറവുണ്ടാകാനുമുള്ള ഒരു സാധ്യത പ്രകടമാകുന്ന ഒരു വാരമായതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണം. പിന്നെ ഷുവറിറ്റി, എഗ്രിമെൻറ്റ്, ജാമ്യം ഇതൊന്നും നിൽക്കുക അരുത്. പ്രത്യേകിച്ച് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ജാമ്യം കഴിഞ്ഞ കാലത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നഷ്ടത്തിലായിരിക്കും എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ, ആ ടൈറ്റ്നെസ് അങ്ങോട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ശ്രീ മഹാലക്ഷ്മി സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ക്ഷേത്ര ദർശനവും നടത്തുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽസ് അയക്കാം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇത്രയും ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് അറിയേണ്ടത് എന്ന് വ്യക്തമായിട്ട് ചോദ്യത്തിൽ ഉണ്ടാകണം. വിവാഹത്തെക്കുറിച്ചാണോ അതോ പുതിയ ബിസിനസ്സിനെ കുറിച്ചാണോ, ഏത് ഫീൽഡാണ് എനിക്ക് അനുയോജ്യം, ഇങ്ങനെ എന്താണോ ചോദിക്കേണ്ടത് വ്യക്തമായിട്ട് അതിനകത്ത് മെയിലിൽ പറഞ്ഞിട്ടുണ്ടാകണം കേട്ടോ. പിന്നെ പൂർണ്ണമായിട്ടുള്ള പേര്, എവിടെ നിന്നാണ് മെയിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞുകൊള്ളുക. മിക്കവാറുമുള്ള മെയിൽസിനൊക്കെ ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ മെയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ വാരം വന്നിട്ടുള്ള മെയിൽസ്, ആദ്യത്തെ അനീഷ് കുമാറാണ്. ശ്രീ അനീഷ് കുമാർ, പൂയം നക്ഷത്രം ചോദിച്ചിട്ടുണ്ട്. പൊതുവെയുള്ള കാര്യങ്ങളാണ്. എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചിട്ടില്ല. പൂയം നക്ഷത്രമായതുകൊണ്ടും ദശാപഹാരങ്ങൾ നോക്കുമ്പോഴും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ പണച്ചെലവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിനൊരു വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യൂഷ്വൽ ഡൈനമിക്സോ പുഞ്ചിരിയോ ഒന്നും സ്വഭാവത്തിൽ നിന്ന് ഒരുപക്ഷെ കുറച്ചൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാകാം. വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വരുന്ന 6 മാസത്തിനകം തന്നെ മെച്ചമായിട്ടുള്ള ഫലം ലഭിക്കും. ഒരു 3 വർഷം കൂടെ കഴിയുമ്പോഴാണ് കൂടുതൽ നല്ല സമയം വരുന്നത്. ഇപ്പോൾ അത് ചെയ്യേണ്ടത് ലളിതാ സഹസ്രനാമം ദിവസവും ജപിക്കുക. ദേവി എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു മാത്രമല്ല ആവശ്യത്തിന് അത്യാവശ്യത്തിനൊക്കെ പണം എത്തും. സംശയം വേണ്ട. സന്തോഷമായിരിക്കും. ഇനി ശ്രീ വിജയൻ പറഞ്ഞിട്ടുണ്ട് പ്രോഗ്രാം കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വളരെ പോസിറ്റീവ് നോട്ടാണ്. സന്തോഷമായിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷം വരുന്നുണ്ട്. അതുതന്നെയാണ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്യോതിഷമായാലും ഈശ്വരാരാധനയായാലും നമ്മുടെ ഭൗതിക തലത്തിലുള്ള വിഷമങ്ങൾ മാറ്റുവാനോ കുറയ്ക്കുവാനോ വേണ്ടിയിട്ടുള്ള ടൂൾസാണ്.
ഇതൊക്കെ ഈശ്വരാരാധനയായാലും ജ്യോതിഷമായാലും. അല്ലാണ്ട് നമുക്കുള്ള ഭൗതിക പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പോൾ ഇന്ന പ്രാർത്ഥനകളുടെ മനസ്സിന് സമാധാനം ഉണ്ടാക്കുമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കും. അതിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. ജീവിതത്തിൽ എന്തായാലും സന്തോഷം ലഭിക്കും. സന്തോഷമായിരിക്കും. ഇനി വളരെയധികം മെയിൽസ് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ശ്രീ അഗസ്റ്റിൻ, ശ്രീമതി ശ്യാമള, ശ്രീ ആദിത്യൻ, ശ്രീ അരുൺ മോഹൻ, പ്രദീപ്, ശ്രീകുമാരൻ നായർ, ശ്രീജ സുരേഷ്, നിതീഷ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാം നന്ദി പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഇവരോടെല്ലാം തിരിച്ച് താങ്ക്സും നന്ദിയും പറയുന്നു. ഇനിയും പ്രോഗ്രാം കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരട്ടെ. മിസ്സസ് ശിവാനി നിന ബോംബെയിൽ നിന്നാണ്, അല്ലേ? ബോംബെ മലയാളിയാണ്. പക്ഷെ മലയാളം ശരിക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മലയാളം, ബട്ട് ഐ കെ നോട്ട് ടോക്ക് വെരി വെൽ. ഓൾ റൈറ്റ്. Well, I am 42. Nakshatra is Chatayam. I was running a coffee shop at Noida. Future, divorcee ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് ദർ എ റീമാരേജ് എന്നുള്ള കാര്യവും ചോദിച്ചിട്ടുണ്ട്. ചതയം നക്ഷത്രമാണ്. ദശാപഹാരങ്ങൾ നോക്കുമ്പോൾ ഈ വർഷം ജൂൺ മുതൽ 9 മാസത്തിനകം തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വിവാഹം നടക്കാനുള്ള ഭാഗ്യമുണ്ട്. 2026 ഒരു ഹാപ്പി ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. അക്കാര്യത്തിൽ അത് ശരിയാണ്. കോഫി ഷോപ്പ് അനുയോജ്യമായിട്ടുള്ള മേഖല തന്നെയാണ്. കോഫി ഷോപ്പിൻ്റെ കൂടെ സ്നാക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പുതിയ ഐറ്റംസ് കൂടി ആഡ് ചെയ്യാം. പ്രത്യേകിച്ച് മോഡേൺ ജനറേഷൻ, നോയിഡയല്ല, അപ്പോൾ മോഡേൺ ജനറേഷൻ ഇഷ്ടപ്പെട്ട രീതിയിൽ യു ക്യാൻ സ്റ്റാർട്ട് എ സ്നാക്ക് സെൻറ്റർ, സ്നാക്ക് ബാർ നമ്മൾ പറയുന്നത് സ്നാക്ക് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കോഫിയും സ്നാക്സും നല്ലൊരു ബിസിനസ് തന്നെയാണ് ഫോർ യു. So it's very well suited. So Mrs. Shivani Nina, be happy. You'll progress and you'll come to a financially stable position in the year 2026. No doubt about it. And also you'll have a very good family life. Be happy and confident. ശ്രീ നാരായണൻ അരുവിപ്പുറത്തു നിന്നാണ്. 39 മകൻ്റെ കാര്യമാണ്. മകൻ പൂരം നക്ഷത്രം, 39 വയസ്സ്. ബിസിനസ് എല്ലാം നഷ്ടമാണ്. ധാരാളം പണം പോയി. വീട്ടിൽ ഉണ്ടായിരുന്ന അല്പം വസ്തുവും പണയത്തിലായി. ഇനിയിപ്പോൾ എന്താ ബിസിനസ് ചേരുമോ? ജാതകം അനുസരിച്ച് ബിസിനസ് അത്ര അനുയോജ്യമല്ല. എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതാണ് നല്ലത്. വളരെ പ്ലാൻഡ് അല്ല. എത്ര പണം വന്നാലും ലാഭം വന്നാലും അത് കയ്യിൽ നിന്ന് ഡ്രെയിൻഡ് ആയി പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പിന്നെ ബിസിനസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വളരെ സേഫായിട്ടുള്ള ഒരു മെഡിക്കൽ സ്റ്റോറോ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ബിസിനസ്സോ ആകാം. പക്ഷേ അച്ഛൻ്റെയോ അമ്മയുടെയോ വൈഫിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. വൈഫാണെങ്കിലും നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഏത് സമയവും കയ്യിൽ നിന്ന് പണം പോകുന്ന ഒരു ജാതകമാണ് എന്നറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ലളിതാ സഹസ്രനാമം ദിവസവും കിഴക്ക് ദർശനമായിട്ട് നിവേദ്യ സഹിതം ജപിച്ചോളൂ. നിവേദ്യമായിട്ടൊരു പഴം വെച്ചാൽ മതി കേട്ടോ. ഇത് ജപിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ 9 മാസത്തിനകം തന്നെ കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട. എല്ലാ ഐശ്വര്യങ്ങളും വരും. അപ്പോൾ മെയിൽ അയയ്ക്കുക. ഭാവിയെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ ഈ പ്രോഗ്രാമിലൂടെ നൽകുവാൻ ശ്രമിക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ വാരം സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.